കോട്ടയം ജില്ലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഉപവാസ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ഡോക്ടർ സെലിൻ ഫിലിപ്പ് മാമിനെ വിശിഷ്യ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കോട്ടയം ജില്ലയുടെ ഏതൊരു പ്രവർത്തനങ്ങൾക്കും സാമ്പത്തികമായും ആളായും ബലമായും നിൽക്കുന്ന ശ്രീമതി സെലിൻ ഫിലിപ്പ് മാമിനെ, പെൺകരുത്തായ സെലിൻ മാമിനെ ഉദ്ഘാടനത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ഉപവാസ പ്രതിഷേധത്തിന്റെ യോഗാധ്യക്ഷൻ കോട്ടയം ജില്ലയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് ആനിത്തോട്ടം, മറ്റെല്ലാ ആം ആദ്മി ഫാമിലി സുഹൃത്തുക്കളെ, ഞങ്ങളെ ശ്രമിക്കുന്ന, ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ പൗര പ്രമുഖരെ, നമുക്കറിയാം ഇത് നമ്മൾ നയിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ നയിക്കുന്ന 4ാമത്തെ സമരമാണ്. അരവിന്ദ് കെജ്രിവാൾജിനെ അറസ്റ്റ് ചെയ്ത രാത്രിയിൽ കോട്ടയം ജില്ലയിലുള്ള എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും രാത്രി 10:30 മുതൽ 2:30 വരെ പ്രകടനവും മുദ്രാവാക്യവും പന്തം കൊളുത്തി പ്രകടനവും ഒക്കെ ആയിട്ട് ഈ ടൗണിന്റെ ഈ റോഡിലൂടെ എല്ലാം നടന്ന എന്റെ പ്രിയപ്പെട്ട ആം ആദ്മി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു മൂവ്മെന്റ് ആണ്. ഇത് അവസാനിക്കുന്നത് ഇതിന്റെ ജയത്തോടു കൂടി ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു പരിപാടിയിൽ വന്നു, 2ാമത്തെ ദിവസം തന്നെ, അന്നത്തെ രാത്രി കഴിഞ്ഞ് 2:30 പോയവർ പിറ്റേ ദിവസം 10 മണിക്ക് ഗാന്ധി സ്ക്വയറിൽ ഒന്നിച്ചു കൂടുകയുണ്ടായി. ധാരാളം പേര്, ഒരു 100-നടുത്ത ആളുകൾ എത്തി. കോട്ടയം ജില്ലയിലെ പല നിയോജക മണ്ഡലത്തിൽ നിന്ന് ആളുകൾ എത്തി. ഗാന്ധി സ്ക്വയർ മുതൽ മാതൃഭൂമി ജംഗ്ഷൻ വരെയും അത്ര അത്യുഗ്രമായ വെയിലത്ത് നടന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി അറസ്റ്റ് വരിച്ചവർ നമ്മുടെ ഈ ഫാമിലി മെമ്പേഴ്സിലുണ്ട്. അതിനുശേഷം ഡൽഹിയിൽ ഓൾ ഇന്ത്യ ബേസിസിൽ നടന്ന രാംലീല ഗ്രൗണ്ടിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ, ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പങ്കെടുത്ത 25-30 പേരടങ്ങുന്ന ഒരു ടീം കേരളത്തിന്റെ ഓരോ ജില്ലകളിൽ നിന്ന് രാംലീല ഗ്രൗണ്ടിൽ എത്തിച്ചേരുകയുണ്ടായി. ഇന്ന് 14 ജില്ലയിലും ഉപവാസ സമരത്തിനായി പന്തല് കെട്ടി പ്രയത്നിച്ച് നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് സ്വയം വന്ന നമ്മുടെ ബഹുമാന്യരായ പ്രിയപ്പെട്ട ആം ആദ്മി വോളണ്ടിയേഴ്സ്, ഇത് 1, 2, 3 ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ലെന്ന് നമുക്കറിയാം. നമ്മുടെ പ്രിയ നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാൾജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് PMLA ആക്ട് പ്രകാരമാണ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ്. ഇത് വെറും വ്യാജമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾക്കറിയാം. ഈ മൊഴി രേഖപ്പെടുത്തിയവര് അവരുടെ സ്ഥാപനങ്ങളില് ED റെയ്ഡ് ഉണ്ടാകുകയും അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ നമുക്കറിയാം 50 ലക്ഷത്തോളം രൂപ, അല്ലെങ്കിൽ 50 കോടിയോളം രൂപ അവർക്ക് എന്ത് കൊടുത്തുകൊണ്ട്, ബോണ്ടായിട്ട്, ഇലക്ട്രൽ ബോണ്ടായിട്ട് കൊടുത്തുകൊണ്ട് മാപ്പുസാക്ഷിയാകുകയും അവരുടെയൊക്കെ, അതായത് പേരുകൾ ഞാൻ എടുത്തു പറയാം. ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന അദ്ദേഹം 55 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായിട്ട് EDക്ക് കൊടുത്തത്. ഇപ്പൊ മദ്യ നയത്തിന്റെ പേരിൽ അറസ്റ്റിലാക്കപ്പെട്ട ശ്രീ അരവിന്ദ് കെജ്രിവാളും മറ്റു നേതാക്കന്മാരും ഇവരുടെയൊക്കെ വ്യാജമായ മൊഴിയിലൂടെയാണ് അറസ്റ്റിലാക്കപ്പെട്ടത്. ഈ വ്യാജമൊഴിയിലൂടെ അറസ്റ്റിലാക്കപ്പെട്ടപ്പോ വ്യാജമൊഴി പറഞ്ഞതിന്റെ പേരിൽ അവരുടെ പേരിൽ ഉണ്ടായിരുന്ന കേസുകൾ പിൻവലിക്കുകയും അവരെ മാപ്പുസാക്ഷികളാക്കുകയും ചെയ്തു. ഇപ്പൊ നമുക്ക് നമ്മുടെ സഞ്ജയ് സിംഗ്, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ശ്രീ സഞ്ജയ് സിംഗ് 6 മാസത്തിന് ശേഷം വെളിയിൽ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ പുറത്തു വരുമെന്ന് നമുക്കറിയാം.
കാരണം അന്ന് 31-ാം തീയതി ഡൽഹിയിൽ നടന്ന രാംലീല ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത നാനാ സ്റ്റേറ്റിൽ നിന്നുള്ള പലരെയും പേഴ്സണലായിട്ട് സംസാരിക്കുവാനും അവരെ പരിചയപ്പെടുവാനും ഒക്കെ പരിചയപ്പെടുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. അവരുടെ ഒക്കെ മനസ്സില് മുന്തി നിന്നത് രാജ്യസ്നേഹമാണ്. തിരിച്ചു പിടിക്കേണ്ടത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമാണ്, നമ്മുടെ ഡെമോക്രസിയാണ്. അപ്പൊ ഡെമോക്രസിയാണ് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടത്. നമ്മുടെ ഡെമോക്രസിയാണ് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഡെമോക്രസിയെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ലെന്ന് മനസ്സിലാക്കിയാണ് നമ്മുടെ പാർട്ടി നേതാവ് ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം രൂപം കൊണ്ടതും ഇന്ത്യ സഖ്യം രൂപം കൊണ്ടതുകൊണ്ടാണ് ഈ അറസ്റ്റ് എല്ലാം ഉണ്ടായതെന്ന് നമുക്കറിയാം. കാരണം മോദി ഭയപ്പെടുകയാണ്. രാംലീല ഗ്രൗണ്ടില് ഏറ്റവും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം ഇതാണ്: മോദി കാ കാൽ അരവിന്ദ് കെജ്രിവാൾ, മോദി കാ കാൽ ഹേ അരവിന്ദ് കെജ്രിവാൾ എന്ന്. മോദിയുടെ കാലനാണ് അരവിന്ദ് കെജ്രിവാൾ എന്നും ഇതോടുകൂടി അവസാനിക്കുമെന്നും ഒക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ശ്രീ മോദിജിയുടെ എന്താ പറയുന്നത്, ദുർഭരണവും അഴിമതിയും മീഡിയ ഉപയോഗിച്ചുള്ള വേട്ടകളും എല്ലാം അവസാനിപ്പിക്കുമെന്നുള്ള മുദ്രാവാക്യങ്ങൾ ഓരോ രാഷ്ട്രീയ പ്രവർത്തകരെയും ഓരോ രാജ്യസ്നേഹിയെയും നമ്മളുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജനാധിപത്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യനെയും ഓരോ ഇന്ത്യൻ പൗരനെയും അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ഇന്ത്യയുടെ നാനാദേശത്തേക്കും പോയിരിക്കുന്ന ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ് നമ്മുടെ ജനാധിപത്യം തിരിച്ചുപിടിക്കൽ. ഇന്ന് നമ്മുടെ ജനാധിപത്യം ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, പ്ലെയിനുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ മനുഷ്യരെയൊക്കെ ഹൈജാക്ക് ചെയ്യുന്ന രീതി ലോകത്തെമ്പാടുമുണ്ട്. ഇപ്പൊ നമ്മുടെ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്? മീഡിയയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, ഇലക്ട്രൽ കമ്മീഷനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, പോലീസിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, സുപ്രീം കോടതി വരെയുള്ള നിയമപാലകരെ അല്ലെങ്കിൽ നിയമത്തെ അല്ലെങ്കിൽ സുപ്രീം അതോറിറ്റികളെ നിയമ അതോറിറ്റികളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇന്ന് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ശ്രീ മോദിജിയുടെ അല്ലെങ്കിൽ BJP ഭരണത്തിന്റെ കീഴിലുള്ള ഈ കിരാത പരിപാടികളെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ആൾക്കാർ ഇതിനോട് പ്രതികരിക്കുകയാണ്, ഉപവാസം ഇരിക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ്, പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടത്തുകയാണ്. എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്, നമ്മൾ ഒരു പ്രവൃത്തി കൊണ്ടോ 2 പ്രവൃത്തി കൊണ്ടോ പിന്മാറേണ്ടവരല്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മരിച്ചു വീഴുമ്പോഴും തൂക്കിലേറുമ്പോഴും അവരവരുടെ സമരം അവസാനിപ്പിച്ചത് ആ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമാണ്. ഇപ്പൊ നമ്മളുടെ ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉപവാസ സമരങ്ങളും എല്ലാം അവസാനിക്കേണ്ടത് ഇതിൽ നമ്മുടെ ലക്ഷ്യം കണ്ടുകൊണ്ട് മാത്രമായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇനിയും പലപ്പോഴും നമ്മളിങ്ങനെ ഒത്തുകൂടേണ്ടി വരും. തുടർ ഉപവാസ സമരങ്ങളും പ്രതിഷേധങ്ങളും റാലികളും സംഘടിക്കേണ്ടി വരും. ഒത്തുചേരലുകൾ സംഘടിതമായ എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും. എല്ലാവരും പിന്മാറാതെ, ഭയപ്പെടാതെ, മടുത്തു പോകാതെ നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ലക്ഷ്യപ്രാപ്തിയോളം ജനാധിപത്യം തിരിച്ചുപിടിക്കൽ വരെ എത്തിക്കണമേ എന്ന് ഓരോ ആം ആദ്മി സുഹൃത്തുക്കളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. इनकुलाब जिंदाबाद, इनकुलाब जिंदाबाद, इनकुलाब जिंदाबाद, इनकुलाब जिंदाबाद, आम आदमी पार्टी जिंदाबाद, आम आदमी पार्टी जिंदाबाद, आम आदमी पार्टी जिंदाबाद, आम आदमी पार्टी जिंदाबाद, अरविंद केजरीवाल जिंदाबाद, अरविंद केजरीवाल जिंदाबाद, अरविंद केजरीवाल जिंदाबाद, अरविंद केजरीवाल जिंदाबाद, उपवास समरम जिंदाबाद, उपवास समरम जिंदाबाद, उपवास समरम जिंदाबाद, उपवास समरम जिंदाबाद, इनकुलाब जिंदाबाद, इनकुलाब जिंदाबाद.
സിന്ദാബാദ്. ആം ആദ്മി പാർട്ടി സിന്ദാബാദ്. ആം ആദ്മി പാർട്ടി സിന്ദാബാദ്. ഇലക്ട്രൽ ബോണ്ട് അഴിമതി കാട്ടി. ഇലക്ട്രൽ ബോണ്ട് അഴിമതി കാട്ടി. ഇലക്ട്രൽ ബോണ്ട് അഴിമതി കാട്ടി. ഇലക്ട്രൽ ബോണ്ട് അഴിമതി കാട്ടി. കോടികൾ വാങ്ങിയ ബിജെപി. കോടികൾ വാങ്ങിയ ബിജെപി. കോടികൾ വാങ്ങിയ ബിജെപി. കോടികൾ വാങ്ങിയ ബിജെപി. കോടികൾ വാങ്ങിയ പട്ടികയെല്ലാം. കോടികൾ വാങ്ങിയ പട്ടികയെല്ലാം. കോടികൾ വാങ്ങിയ പട്ടികയെല്ലാം കോടികൾ വാങ്ങിയ പട്ടികയെല്ലാം പുറത്തു വന്നൊരു നേരത്ത്. പുറത്തു വന്നൊരു നേരത്ത്. പുറത്തു വന്നൊരു നേരത്ത് പുറത്തു വന്നൊരു നേരത്ത് ഭാരത ജനതയെ കബളിപ്പിക്കാൻ. ഭാരത ജനതയെ കബളിപ്പിക്കാൻ. ഭാരത ജനതയെ കബളിപ്പിക്കാൻ ഭാരത ജനതയെ കബളിപ്പിക്കാൻ കള്ള കേസുകൾ കെട്ടിപ്പൊക്കി. കള്ള കേസുകൾ കെട്ടിപ്പൊക്കി. കള്ള കേസുകൾ കെട്ടിപ്പൊക്കി കള്ള കേസുകൾ കെട്ടിപ്പൊക്കി. കോടികൾ കോഴകൾ വാങ്ങിയിട്ട്. കോടികൾ കോഴകൾ വാങ്ങിയിട്ട്. കോടികൾ കോഴകൾ വാങ്ങിയിട്ട് കോടികൾ കോഴകൾ വാങ്ങിയിട്ട് മാപ്പ് സാക്ഷിയായി മാറ്റുന്നു. മാപ്പ് സാക്ഷിയായി മാറ്റുന്നു. മാപ്പ് സാക്ഷിയായി മാറ്റുന്നു. മാപ്പ് സാക്ഷിയായി മാറ്റുന്നു. തെളിവുകൾ ഇല്ലാതായപ്പോൾ. തെളിവുകളില്ലാതായപ്പോൾ. തെളിവുകളില്ലാതായപ്പോൾ തെളിവുകളില്ലാതായപ്പോൾ മൊഴികൾ കൊണ്ടൊരു കഥയുണ്ടാക്കി. മൊഴികൾ കൊണ്ടൊരു കഥയുണ്ടാക്കി. മൊഴികൾ കൊണ്ടൊരു കഥയുണ്ടാക്കി. മൊഴികൾ കൊണ്ടൊരു കഥയുണ്ടാക്കി. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത അഴിമതിക്കാരൻ നരേന്ദ്രമോദി. അഴിമതിക്കാരൻ നരേന്ദ്രമോദി. വർഗീയവാദി നരേന്ദ്രമോദി വർഗീയവാദി നരേന്ദ്രമോദി ഇക്കളി തീക്കളി സൂക്ഷിച്ചു. ഇക്കളി തീക്കളി സൂക്ഷിച്ചു. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ആം ആദ്മി പാർട്ടി സിന്ദാബാദ്. ആം ആദ്മി പാർട്ടി സിന്ദാബാദ്. അരവിന്ദ് കെജ്രിവാൾ സിന്ദാബാദ്. അരവിന്ദ് കെജ്രിവാൾ സിന്ദാബാദ്. ഉപവാസ സമരം സിന്ദാബാദ്. ഉപവാസ സമരം സിന്ദാബാദ്. ഡൽഹി ഭരിക്കും AAP. ഡൽഹി ഭരിക്കും AAP. ഡൽഹി ഭരിക്കും AAP. ഡൽഹി ഭരിക്കും AAP. പഞ്ചാബ് ഭരിക്കും AAP. പഞ്ചാബ് ഭരിക്കും AAP. സൽഭരണത്തിൽ മുന്നേറുമ്പോൾ. ഭരണത്തിൽ മുന്നേറുമ്പോൾ. സൽഭരണത്തിൽ മുന്നേറുമ്പോൾ ഭരണത്തിൽ മുന്നേറുമ്പോൾ അഴിമതി കാട്ടി നാട് മുടിച്ച്. അഴിമതി കാട്ടി നാട് മുടിച്ച്. അഴിമതി കാട്ടി നാട് മുടിച്ച് അഴിമതി കാട്ടി നാട് മുടിച്ച്. വർഗീയതയിൽ നാട് തകർത്ത്. വർഗീയതയിൽ നാട് തകർത്ത്. വർഗീയതയിൽ നാട് തകർത്ത് വർഗീയതയിൽ നാട് തകർത്ത്. ഇഡിയെ കൊണ്ട് റെയ്ഡ് നടത്തി. ഇഡിയെ കൊണ്ട് റെയ്ഡ് നടത്തി. ഇഡിയെ കൊണ്ട് റെയ്ഡ് നടത്തി. ഇഡിയെ കൊണ്ട് റെയ്ഡ് നടത്തി. ബിജെപിയിൽ ആളെ കൂട്ടാൻ. ബിജെപിയിൽ ആളെ കൂട്ടാൻ. ബിജെപിയിൽ ആളെ കൂട്ടാൻ. ബിജെപിയിൽ ആളെ കൂട്ടാൻ. ബിജെപിക്ക് കോടികൾ കൂട്ടാൻ. ബിജെപിക്ക് കോടികൾ കൂട്ടാൻ. ബിജെപിക്ക് കോടികൾ കിട്ടാൻ. ബിജെപിക്ക് കോടികൾ കിട്ടാൻ. ബിജെപിയുടെ അഴിമതിയെല്ലാം ബിജെപിയുടെ അഴിമതിയെല്ലാം മറച്ചു വെക്കും ഏജൻസി. മറച്ചു വെക്കും ഏജൻസി. ഇഡി എന്നൊരു വേട്ടക്കൂട്ടം. ഇഡി എന്നൊരു വേട്ടക്കൂട്ടം. ഇഡി എന്നൊരു വേട്ടക്കൂട്ടം. ഇഡി എന്നൊരു വേട്ടക്കൂട്ടം. മാപ്പ് സാക്ഷി മൊഴിയുടെ പേരിൽ. മാപ്പ് സാക്ഷി മൊഴിയുടെ പേരിൽ. മാപ്പ് സാക്ഷി മൊഴിയുടെ പേരിൽ മാപ്പ് സാക്ഷി മൊഴിയുടെ പേരിൽ ഞങ്ങളുടെ പ്രിയ നേതാക്കളെ ഞങ്ങളുടെ പ്രിയ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ച് അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ച് അധികാരത്തിൽ കയറി കൂടാൻ അധികാരത്തിൽ കയറി കൂടാൻ ഇനിയും നിങ്ങൾ നോക്കേണ്ട. ഇനിയും നിങ്ങൾ നോക്കേണ്ട. ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ. ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ. ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ എതിർക്ക് ഞങ്ങൾ തകർക്ക് ഞങ്ങൾ. എതിർക്ക് ഞങ്ങൾ തകർക്ക് ഞങ്ങൾ. എതിർക്ക് ഞങ്ങൾ തകർക്ക് ഞങ്ങൾ. എതിർക്ക് ഞങ്ങൾ തകർക്ക് ഞങ്ങൾ. കള്ള കളികൾ പൊളിക്കും ഞങ്ങൾ. നല്ല കളികൾ പൊളിക്കും ഞങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ആം ആദ്മി പാർട്ടി സിന്ദാബാദ്. ആം ആദ്മി പാർട്ടി സിന്ദാബാദ്. അരവിന്ദ് കെജ്രിവാൾ സിന്ദാബാദ്. അരവിന്ദ് കെജ്രിവാൾ സിന്ദാബാദ്. ഉപവാസ സമരം സിന്ദാബാദ്. ഉപവാസ സമരം സിന്ദാബാദ്. പ്രതിഷേധം പ്രതിഷേധം. പ്രതിഷേധം പ്രതിഷേധം. ആം ആദ്മികളുടെ പ്രതിഷേധം. ആം ആദ്മികളുടെ പ്രതിഷേധം. കേരള മണ്ണിൻ പ്രതിഷേധം. കേരള മണ്ണിൻ പ്രതിഷേധം. അറസ്റ്റിനെതിരെ പ്രതിഷേധം. അറസ്റ്റിനെതിരെ പ്രതിഷേധം. മോദി എന്നൊരു വേട്ടക്കാരൻ. മോദി എന്നൊരു വേട്ടക്കാരൻ. മോദി എന്നൊരു വേട്ടക്കാരൻ. മോദി എന്നൊരു വേട്ടക്കാരൻ. ഇഡി എന്നൊരു വേട്ടപ്പട്ടി. ഇഡി എന്നൊരു വേട്ടപ്പട്ടി. ഇഡി എന്നൊരു വേട്ടപ്പട്ടി. ഇഡി എന്നൊരു വേട്ടപ്പട്ടി. ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ. ജനാധിപത്യം
ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ ജനാധിപത്യം കശാപ്പ് ചെയ്യാൻ മതേതരത്വം ഇല്ലാതാക്കാൻ മതേതരത്വം ഇല്ലാതാക്കാൻ മതേതരത്വം ഇല്ലാതാക്കാൻ മതേതരത്വം ഇല്ലാതാക്കാൻ വടിവാളോങ്ങി വരുന്നുണ്ട് അടിവാളോങ്ങി വരുന്നുണ്ട് വടിവാളോങ്ങി വരുന്നുണ്ട് അടിവാളോങ്ങി വരുന്നുണ്ട് ഭാരത മക്കൾ സൃഷ്ടിച്ചു ഭാരത മക്കൾ സൂക്ഷിച്ചു ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ആം ആദ്മി പാർട്ടി സിന്ദാബാദ് ആം ആദ്മി പാർട്ടി സിന്ദാബാദ് അരവിന്ദ് കെജ്രിവാൾ സിന്ദാബാദ് അരവിന്ദ് കെജ്രിവാൾ സിന്ദാബാദ് ഉപവാസ സമരം സിന്ദാബാദ് ഉപവാസ സമരം സിന്ദാബാദ് തടവറ കണ്ടു ഭയക്കില്ല തടവറ കണ്ടു ഭയക്കില്ല തടവറ കണ്ടു ഭയക്കില്ല തടവറ കണ്ടു ഭയക്കില്ല ജയിലറ കണ്ടു വിറയ്ക്കില്ല ജയിലറ കണ്ടു വിറക്കില്ല ജയിലറ കണ്ടു വിറയ്ക്കില്ല ജയിലറ കണ്ടു വിറക്കില്ല ധീര ധീര നേതാവേ ധീര ധീര നേതാവേ കേജ്രിവാൾ ജി നേതാവേ കേജ്രിവാൾ ജി നേതാവേ കേജ്രിവാൾ ജി നേതാവേ കേജ്രിവാൾ ജി നേതാവേ ധീരതയോട് നയിച്ചോളൂ ധീരതയോടെ നയിച്ചോളൂ ധീരതയോട് നയിച്ചോളൂ ധീരതയോടെ നയിച്ചോളൂ ഭാരത മക്കൾ പിന്നാലെ ഭാരത മക്കൾ പിന്നാലെ ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ആം ആദ്മി പാർട്ടി സിന്ദാബാദ് ആം ആദ്മി പാർട്ടി സിന്ദാബാദ് അരവിന്ദ് കെജ്രിവാൾ സിന്ദാബാദ് അരവിന്ദ് കേജ്രിവാൾ സിന്ദാബാദ് ഉപവാസ സമരം സിന്ദാബാദ് ഉപവാസ സമരം സിന്ദാബാദ്